ഫ്രണ്ടിൽ ഒരു ടയർ, ബാക്കിൽ 2 ടയർ, ഒരു സൈഡിൽ, അങ്ങനെ 2 സൈഡിലും കൂടെ 6 ടയറും ഒരു സ്റ്റെപ്പിന് ഉൾപ്പെടെ 7 ടയറാണ് ഒരു വണ്ടിയിൽ വരുന്നത്. അപ്പോൾ മച്ചാന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസ്സിനെ ഇഷ്ടപ്പെടുന്നവരും പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ബസ്സിനെ ഉയരായി കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ ഒരുപാട് പേര്. അതിൽ ഒട്ടുമിക്ക പേരും, ഒരുപാട് പേര്, നമ്മുടെ ചാനൽ കാണുന്ന മിക്കവരും ബസ്സിനെ ഇഷ്ടപ്പെടുന്നവരും ബസ്സുകളോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അപ്പോൾ ഇന്നും അനന്തപുരിയുടെ മണ്ണിലെ ഒരു കിടിലം ഒരു ഐറ്റത്തിനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ കിടക്കുന്ന മരിയാപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കാർത്തിക ഹോളിഡേയ്സിൻ്റെ പഴയ ഒരു രാജാവിനെ ഇപ്പോഴും ആ ഒരു പ്രൗഢിയോടുകൂടി ഇവർ കാത്തു സൂക്ഷിക്കുന്ന കാർത്തികയുടെ ഈ ഒരു കൊമ്പനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാവർക്കും മോഗ്ര വ്ളോഗേഴ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ബ്ലാക്ക്. അപ്പോൾ തിരുവനന്തപുരത്ത് ഈ ഒരു ബ്ലാക്ക് ബ്യൂട്ടി, ഒരു ബ്ലാക്ക് കളർ തീമിലുള്ള ഒരു ഒറ്റ വണ്ടിയേ ഉള്ളൂ. അതായി കിടക്കുന്ന കാർത്തികയുടെ ഒരു വണ്ടിയാണ്. ഒരുപാട് കോൺസെപ്റ്റുകൾ ഇപ്പോൾ കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകളിൽ അലയടിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ തിരുവനന്തപുരത്തിന് എടുത്തു പറയാവുന്നതായിട്ട് ഇപ്പോൾ കാർത്തികയുടെ കയ്യിൽ കിടക്കുന്ന ഈ വണ്ടിയുമുണ്ട്. ടൂറിസ്റ്റ് ബസ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ടൂറിസ്റ്റ് ബസ് കൊണ്ട് ഉപജീവനം നടത്തുന്നവരെ മാത്രമല്ല, ടൂറിസ്റ്റ് ബസ്സിനെ ഉയരായി കണ്ട് നടക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരാണ് ടൂറിസ്റ്റ് ബസ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വണ്ടിയുടെ കാണുമ്പോൾ ഈ ഒരു ലുക്കിനെ കുറിച്ച് തന്നെ ആദ്യം പറഞ്ഞു തുടങ്ങണം. കാരണം ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഗ്രാൻഡ് BMR ആണ്. പഴമയുടെ ഒരു നിലവാരം, ഒരു പഴമ കാണുമ്പോൾ തന്നെ ഗ്രാൻഡ് BMR എന്ന് പറയുമ്പോൾ പഴയതാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ സെഡോണുകൾ കൊണ്ടും ഇപ്പോഴത്തെ മോഡലുകൾ കൊണ്ടും തരംഗം സൃഷ്ടിക്കുന്ന ഈ 2021 കാലഘട്ടത്തിൽ ഒരു ഗ്രാൻഡ് BMR കൊണ്ട് ഒരു കട്ട് ലുക്ക് വരുത്താൻ നിങ്ങൾക്ക് പറ്റുമോ? പക്ഷേ കാർത്തിക ഹോളിഡേയ്സിന് പറ്റും. അതിനുള്ള ഉദാഹരണമാണ് ഈ കിടക്കുന്ന ഈ ഒരു വണ്ടി. കാരണം നമുക്ക് ഈ വണ്ടിയുടെ ഒരു ലുക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ ഏറ്റവും മുകളിൽ ടൂറിസ്റ്റ് ബസ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഏറ്റവും ഒരു അഴക്, ആ ഒരു നെറ്റിപ്പട്ടം പോലത്തെ പേര് നമുക്കിവിടെ കാണാൻ സാധിക്കും. കാർത്തികയുടെ അവരുടേതായൊരു കോൺസെപ്റ്റിൽ, അവരുടേതായ ഒരു പ്രത്യേക യൂണീക്ക് കണ്ടന്റിലാണ് അവർ ഈ ഒരു പേര് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ താഴെ ബിസിനസ് ഗ്രൂപ്പ് ഓഫ് കാർത്തിക എന്ന് വെച്ചിട്ടുണ്ട്. പിറകിൽ നോക്കുമ്പോൾ തന്നെ ഒരു അഴക് കിട്ടുന്ന രീതിയിൽ വണ്ടിക്ക് ലുക്കായിട്ട് ടോപ്പ് ലൈറ്റുകളും നിരത്തി തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും വണ്ടിക്ക് ഒരു ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ഫ്രണ്ടിൽ എടുത്തു നിൽക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ബോണറ്റിലൊരു കളറുണ്ട്. ബാക്കി എല്ലാം ബ്ലാക്ക് വന്നപ്പോഴും ബോണറ്റിൽ ഒരു വൈറ്റ് റെഡ് ഒരു തീം കൊടുത്തപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വണ്ടിയുടെ ഏറ്റവും ആദ്യം കണ്ണിൽ പിടിക്കുന്നത് ആ ഒരു ബോണറ്റ് ഭാഗം തന്നെയാണ്. അത് ആ ഒരു കളർ തീമിൻ്റെ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നടുക്ക് ഒരു സിംഹത്തിൻ്റെ ഒരു കിരീടം, രാജാവാണെന്ന് അറിയിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സ്റ്റിക്കറും അവിടെ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ബീസ്റ്റ് എന്നാണ് അവർ ഇതിന് എഡിഷൻ നെയിമായിട്ടൊന്നുമില്ല, പക്ഷേ ബോണറ്റിൽ അവർ കൊടുത്തിരിക്കുന്ന നെയിം ബ്ലാക്ക് ബീസ്റ്റ് എന്നാണ്. മൊത്തത്തിൽ ഈ ഒരു വണ്ടിയുടെ ഓവറോൾ ലുക്കൊന്ന് നമ്മൾ പരിശോധിച്ചാൽ വേറെ ലെവൽ തന്നെയാണ്. കാരണം ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു മാസ് ഐറ്റം ആണെങ്കിൽ സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ ആ ഒരു പഴയ ഒരു രാജാവ്, ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഫ്രണ്ടിൽ നിന്ന് സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ വണ്ടി AC ഓപ്ഷനാണ്. അപ്പം AC വയ്ക്കാവുന്ന ഭാഗം നമുക്കിവിടെ ഒരു ഗ്രില്ല് പോലെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ വണ്ടിയുടെ സൈഡ് ഗ്രാഫിക്സും ഒരു ഫുൾ ബ്ലാക്ക് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും സൈഡിൽ ഒരു വേറൊരു റെഡ് കളർ തീമിൽ ഒരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. അത് ബ്ലാക്കിൽ നിന്ന് മറ്റേത് എറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ കൊടുത്തിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. അതുപോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട്
ഗ്ലാസ് വിൻഡോയുടെ മുകളിലായിട്ട് ഒരു ടാഗ് ലൈൻ അവർ കൊടുത്തിട്ടുണ്ട്, ഇറ്റ്സ് നോട്ട് ഓവർ അണ്ടിൽ യു വിൻ. ബസ് സൈക്കോസിൻ്റെ ഒരു ലോഗോ നമുക്കിവിടെ കാണാൻ സാധിക്കും. കാർത്തിക എന്നെഴുതിയ സൈഡിൽ കാർത്തിക എന്നെഴുതിയ ഒരു ഫോണ്ട് അവിടെ ഉണ്ട്. കാരണം അതിൽ ടീ വരുന്ന വേറൊരു ഗ്രാഫിക്സ് പോലത്തെ ഒരു ഐറ്റം അവിടെ അവരുടേതായ ഒരു പുതിയ കോൺസെപ്റ്റ് പോലെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ നോക്കുമ്പോൾ നല്ലൊരു നീളം വണ്ടിക്ക് തോന്നിക്കുന്നുണ്ട്. അപ്പം ഗ്ലാസ് വിൻഡോയിൽ നമ്മുടെ MVD നിർദ്ദേശിച്ചിട്ടുള്ളത് പോലത്തെ റെയിൽ ഗാർഡ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എമർജൻസി എക്സിറ്റിൻ്റെ അവിടെ മാത്രം റെയിൽ ഗാർഡ് വെച്ചിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഒരു സിംഹത്തിൻ്റെ തലയിൽ ഒരു കിരീടം വച്ചിരിക്കുന്ന ഒരു സ്റ്റിക്കർ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫിഷ് ലൈറ്റ് അല്ല ഇപ്പോഴത്തെ LED ലൈറ്റുകൾ, ഫിഷ് ലൈറ്റ് പോലെ അവർ സൈഡിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി മൊത്തത്തിൽ ഒരു ലുക്കായിട്ടാണ് കാർത്തിക ഹോളിഡേയ്സ് ഇപ്പോഴും ഇതിനെ വച്ചിരിക്കുന്നത്. അടുത്തിന് നമ്മൾ വണ്ടിയുടെ പിറകുവശമാണ് കാണാൻ പോകുന്നത്. അപ്പം ഏറ്റവും പിറകുവശത്തേക്ക് വരുമ്പോഴും ഒരു ഒതുങ്ങിയ ഒരു ബാക്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഗ്രാൻഡ് BMRൻ്റെ ഒരു വീതിയേറിയ സൈഡ് വന്നിട്ട് വീതിയേറിയത്, പക്ഷേ മുകളിലോട്ട് പോകുമ്പോൾ ഒരു ഒതുങ്ങിയതുമായിട്ടുള്ള മോഡലാണ് ഇതിൻ്റെ പിറകിൽ അവർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്പർ 2024 അവസാനം ഒരു ഫാൻസി നമ്പർ പോലത്തെ നമ്മളിപ്പോൾ 2021 3 വർഷം കൂടെ കഴിയുമ്പോൾ കറക്റ്റ് യോജിച്ച ഒരു പേര് കൊടുക്കണം. 2024 KL02BB 2024 എന്നുള്ളൊരു ഫാൻസി നമ്പരും അവരുടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കാർത്തിക ഹോളിഡേയ്സിൻ്റെ നമ്പരും അവരുടെ മരിയാപുരം ഉദയംകുളം സ്ഥലവും നമ്പരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടികളുടെ ഏറ്റവും പിറകിൽ കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇടതുവശത്തോട് ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ ബസ്സുകളിൽ ഒരുപാട് കൊടുക്കുന്ന കാര്യമാണ് ഈ ഫ്രീക്കന്മാർ അകലം പാലിക്കുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. ഇതെല്ലാം അനുഭവത്തിൻ്റെ പാഠത്തിൽ നിന്നാണ് ബസ്സുകാർക്ക് ഇങ്ങനെ പുറകെ വയ്ക്കുന്നത്. ഒരു കോമഡിക്ക് വേണ്ടി വയ്ക്കുന്നതല്ല. വണ്ടികളിൽ പോകുമ്പോൾ ഇടതുവശത്തോട് ഓവർടേക്ക് ചെയ്യരുത് മാക്സിമം. കാരണം നമ്മുടെ ഇങ്ങനത്തെ വലിയ വാഹനങ്ങളിൽ ഡ്രൈവർ ഓടിക്കുമ്പോൾ ഗ്ലാസ്സിലൂടെ കാണുന്നതിനൊരു പരിധിയുണ്ട്. ചിലപ്പോഴേക്കും ഇടതുവശത്തോട് കയറി വരുന്നത് കാണത്തില്ല. കിളിയൊക്കെ ഉറങ്ങുകയാണ്, കിളി ഉണർന്നിരിക്കുമ്പോഴെല്ലാം ഇങ്ങനെ ഇടതുവശം എപ്പോഴും നോക്കിക്കൊണ്ടായിരിക്കുന്നത്. പക്ഷേ മനുഷ്യരാണ് കിളി ഒന്ന് ഉറങ്ങിപ്പോയാൽ ഇടതുവശത്ത് ആരും കയറി വരുന്നൊന്നും ഡ്രൈവറിന് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ഡ്രൈവറിന് ഗ്ലാസ്സിലൂടെ കാണുന്നതിന് ഒരുപാട് പരിധിയുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇങ്ങനത്തെ വലിയ വാഹനങ്ങളാകുമ്പോൾ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡിൽ കൂടെ തന്നെ ചെയ്യുക. അപ്പം അതിനും ഇവിടുത്തെ വെച്ചിട്ടുണ്ട്, ആരോട് പറയാൻ ആര് കേൾക്കുക. അതുപോലെ തന്നെ ഏറ്റവും ബാക്കിലത്തെ ലുക്ക് അടിമുടി നോക്കുമ്പോൾ ഒരു ക്യൂട്ട് ലുക്ക് തന്നെയാണ് സൈഡിൽ അവർ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ബാക്കിലും ബ്ലാക്ക് ബീസ്റ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റിൻ്റെ ഒരു ഇത് നോക്കുമ്പോൾ അതിലും ബ്ലാക്കിൽ തന്നെ ഉൾവശത്ത് ബ്ലാക്കിൽ തന്നെ നമ്മുടെ ഒരു നിയോൺ സ്ട്രിപ്പ് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റുകളും ആ ഒരു ബ്ലാക്ക് തീമിൻ്റെ അകത്ത് തന്നെ അവർ ഇൻഡിക്കേറ്റർ ലൈറ്റും റിവേഴ്സ് പാർക്കിംഗ് ലൈറ്റും ബ്രാക്ക് ലൈറ്റും ഹസാർഡ് ലൈറ്റും എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ ആ ഒരു ലുക്ക്, നേരത്തെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലെടുത്ത് നോക്കിയപ്പോൾ ആ ഒരു ലുക്ക് പോലെ തന്നെ ഒരു രാജകീയം തോന്നിക്കുന്ന സൈഡിലാണ് കാർത്തിക ഹോളിഡേയ്സിൻ്റെ ഇപ്പോൾ ഈ കിടക്കുന്ന ബ്ലാക്ക് ബീസ്റ്റിലുള്ള. അപ്പോൾ എമർജൻസി എക്സിറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ചെറിയൊരു ഡോറ് പോലെ എമർജൻസി എക്സിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എമർജൻസി എക്സിറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഇഷ്ടം പോലെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇന്നും പറയുന്നത് ഈ ഒരു ഗ്ലാസ് പോർഷൻ, അതായത് കൈ വെച്ച് എന്തെങ്കിലും ഇടിച്ചാൽ പൊട്ടിയിട്ട് അകത്തിരിക്കുന്ന ഈ റെഡ് ഒരു ലിവറാണ്. ആ ലിവറിനെ പിടിച്ച് താഴ്ത്തുമ്പോൾ ഈ ഒരു ഡോർ തുറന്നു വരും. ആ രീതിയിലാണ് ഈ ബസ്സുകളിൽ സാധാരണ ഈ എമർജൻസി എക്സിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് തന്നെയാണ് നമ്മൾ കാണുമ്പോൾ വണ്ടി പ്രാന്തന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. നല്ലൊരു നീളം തോന്നിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സൈഡ്. അപ്പോൾ വെച്ചാൽ നമ്മളിപ്പോൾ ഈ കാർത്തിക ഹോളിഡേയ്സിൻ്റെ ഒരു ബ്ലാക്ക് തീമിലുള്ള ഈ ഒരു വണ്ടിയുടെ ഫുൾ ഈ വെളിയിലുള്ള എക്സ്റ്റീരിയറുള്ള ഫുൾ ഒരു ലുക്കും അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മളെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചു. അടുത്ത് നമുക്ക് വണ്ടിയുടെ ക്രൂവിനെല്ലാം പരിചയപ്പെടുത്തി തരാം. അവിടെ ഇപ്പോൾ ഉണ്ട്. ചേട്ടാ ഒന്ന് തരും ഞാൻ. ഇതാണ് കാർത്തിക ഹോളിഡേയ്സിൻ്റെ ഓണറിൻ്റെ അനിയല്ലേ? ചേട്ടാ പേരെന്ന് പറയൂ. പേരെന്ന് ആനന്ദ്. ഇപ്പം ഈ ഒരു അടുത്ത് നിങ്ങൾ ഡ്രൈവർ ഇതാ ഈ പുള്ളിക്കാരനാണ് ഡ്രൈവർ. ചേട്ടാ നിങ്ങൾ ഈ വണ്ടിയിൽ കയറിയിട്ട് എത്ര വർഷമായി? ഒരു കൊല്ല. ഇതിനു മുമ്പും വണ്ടി ഫീൽഡ് തന്നെയായിരുന്നു? എത്ര വർഷം കൊണ്ട്? ഈ ബസ് ഫീൽഡ് എങ്ങനെയുണ്ട് ഇപ്പോൾ അല്ല കുറേ കാലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എങ്ങനെയാണ്? കൊള്ളാം. വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ടാണോ നിൽക്കുന്നത്? പിന്നെ കാർത്തിക ഹോളിഡേയ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പറഞ്ഞോ, കുഴപ്പമില്ല. കട്ടായി കൂടെ നിൽക്കുന്നുണ്ട്. വണ്ടി ക്രൈസുകാരനാണ്. വണ്ടി ഭ്രാന്തനാണ്. വണ്ടി വെച്ചാൽ മാത്രം പോരാ, അതിന് ഒരു കുറച്ച് ക്രൈസും കൂടെ വേണം. വണ്ടി ഭ്രാന്തുണ്ടെങ്കിൽ അത് കൊണ്ട് നടക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഈ കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ വണ്ടിയുടെ കണ്ണെന്ന് പറയുന്നത് വലത് സൈഡ്
ഡ്രൈവർ നോക്കുമ്പോൾ വണ്ടിയുടെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ വലിയ വണ്ടിയുടെ ഇട സൈഡ് എപ്പോഴും ഈ നിൽക്കുന്ന കിളിമാരാണ്. അപ്പോൾ ചേട്ടാ പേരെന്താണ്? വിഷ്ണു. ചേട്ടൻ്റെ? വിനീഷ്. ഇപ്പം കാർത്തിക ഹോളിഡേയ്സിൽ കയറിയിട്ട് എത്ര വർഷമായി? 3 വർഷമായി. ചേട്ടനാ? എങ്ങനെയുണ്ട് കാർത്തിക? ബസ് ഫീൽഡ് മൊത്തത്തിൽ എങ്ങനെയുണ്ട് ഇപ്പോൾ? പൊളിയാണ്. ഒരു ബസ്സിനൊക്കെ ഇഷ്ടമുണ്ടോ? ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് നിൽക്കുന്നത് ഈ ഫീൽഡ്. ഇപ്പോൾ കാർത്തിക ഹോളിഡേയ്സിന് ഓണറിനെ കുറിച്ച്? വണ്ടി ഭ്രാന്തരാണ്. ഓണറിൻ്റെ പേരെന്തായിരുന്നു? മോനിഷ് അല്ലേ? രമേശ്. മോനിഷ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, എൻ്റെയും ചേട്ടൻ്റെ പേര് അതാണ്, അതാണ് ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ ഫുള്ള് ക്രൂ ഇത്ര കാലം ഉണ്ടായിരുന്നാലും അവരെ കുറിച്ചുള്ള അഭിപ്രായവും അവരുടെ പേരും എല്ലാം പറഞ്ഞു. മാസ്ക് വെച്ച കുഴപ്പമില്ല, പറഞ്ഞോ. ഇത്രയും കാലം ഉണ്ടായിരുന്ന ഡ്രൈവർമാർ എല്ലാവരും നല്ല ഡ്രൈവർമാരായിരുന്നു. ആദ്യത്തെ ഡ്രൈവർ സാംസാണ്. അത് കഴിഞ്ഞിട്ട് സനൽ എന്ന് പറഞ്ഞിട്ട് പുള്ളി, പിന്നെ ഷിബു, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അനീഷണേ, ലാല്, ധനുശ്വരത്തുള്ള ലാല്, അവരൊക്കെ ആയിരുന്നു ഡ്രൈവർമാർ. ഒരുപാട് പേരുണ്ടായിരുന്നല്ലേ? ഈ വണ്ടി വന്നിട്ട് 2 വർഷമായല്ലേ? ഈ വണ്ടി വന്നിട്ട് 2 വർഷം. മൊത്തം നിങ്ങൾ ഈ ഫീൽഡിൽ വന്നിട്ട് എത്ര വർഷമായി? 7 വർഷം. 7 വർഷം കൊണ്ട് ഈ ഫീൽഡ് ഉണ്ട്. അപ്പോൾ മച്ചാന്മാരെ, വണ്ടിയുടെ ക്രൂ, നമ്മുടെ കാർത്തിക ഹോളിഡേയ്സിൻ്റെ ക്രൂ ഒന്നും ഒരു രക്ഷയില്ല, പൊളിയാണ്. അപ്പോൾ ഇനി ഒരുപാട് പേര് വരാനുണ്ട്. ഓണറായിട്ട് വന്നിട്ടില്ല. ഓണറായിട്ടൻ്റെ പേര് മോനിഷ് എന്നാണ്. ഒരു വണ്ടി പ്രാന്തൻ തന്നെ എന്നാണ് ഇവിടുത്തെ ഡ്രൈവർമാരും കിളിമാരും പറയുന്നത്. അപ്പം ഒരു വണ്ടി പ്രസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഒരു വണ്ടി പ്രാന്തനായിരിക്കണം. കറക്റ്റ് ഒരു വണ്ടി പ്രാന്തനായാലേ ആ ഒരു വണ്ടി ഫീൽഡ് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, പ്രത്യേകിച്ച് ബസ് ഫീൽഡ്. കാരണം ലാഭം എന്ന് പറയാൻ ഒന്നും എടുക്കാൻ കാണത്തില്ല. പക്ഷേ വണ്ടി പ്രാന്തമുള്ളത് കൊണ്ടാണ് ആ ഒരു അങ്ങനെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ വെളിയിലത്തെ വിശേഷങ്ങൾ ഫുള്ള് കണ്ടായിരുന്നു. നമുക്കിനി വണ്ടിയുടെ ഇൻറ്റീരിയറിലോട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വണ്ടിയുടെ ഇൻറ്റീരിയർ നോക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ചാടം നമുക്ക് വേണ്ടിയിട്ട് ലൈറ്റും ഇതൊക്കെ ഇട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ നല്ല സ്പേസ് ഉള്ള രീതിയിലാണ് അതിൻ്റെ ഇവിടുത്തെ ഒരു സീറ്റിംഗ് പൊസിഷൻ അവർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ക്യാബിൻ വർക്ക് ഒരു പഴയ രീതിയിലുള്ള, എന്നാൽ ഒരു DJ മിക്സർ പോലത്തെ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു കിഡിലും വർക്ക് തന്നെയാണ് ഇവർ ഇതിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അകത്തുള്ള വർക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള തരംഗം ഡിജിറ്റൽസ് ആണ് ഇതിൻ്റെ ഒരു വർക്ക് ചെയ്തേക്കുന്നത്. അവരുടെ വർക്ക് നമ്മൾ ഇതിന് മുമ്പും ഒരുപാട് ബസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവരുടെ വർക്ക് വേറെ ലെവൽ തന്നെ എന്നാണ് പറയുന്നത്. കാരണം അവരുടെ സർവീസ് ആയാലും മറ്റ് ചെയ്യുന്ന ഇതിൻ്റെ അകത്ത് ചെയ്യുന്ന വർക്കുകളായാലും വേറെ ലെവൽ തന്നെയാണ്. തിരുവനന്തപുരത്തിന് എന്നും അഭിമാനിക്കാവുന്ന ഒരു വർക്ക് തന്നെയാണ് തരംഗത്തിൻ്റേത്. നമുക്കിനി വണ്ടിയുടെ അകത്തുള്ള ഇൻറ്റീരിയർ നോക്കാൻ പോകുന്നത്. അതുപോലെ കയറുമ്പോൾ ഈ ഒരു യെല്ലോ ക്ലോത്ത്, ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ടൂറിസ്റ്റ് ബസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്ലോത്തിൻ്റെ ഇൻറ്റീരിയർ ക്ലോത്തിൻ്റെ ഒരു കളറാണ് യെല്ലോയിൽ ബ്ലൂവും കൂടെ വന്ന, ഈ സൈഡ് റെക്സിൻ്റെ ഒക്കെ ബ്ലൂവും ഈ സീറ്റ് കവർ യെല്ലോ ആയിട്ട് വന്ന വേറെ ലെവൽ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇതിലും അവർ ഒരു യുണീക്കായിട്ടുള്ള യെല്ലോ കളർ സീറ്റ് കവറാണ് ഇതിൽ അവർ ചെയ്തിട്ടുള്ളത്. അതിൽ കാർത്തിക എന്നും എഴുതിയിട്ടുണ്ട്. അവരുടെ ബ്രാൻഡിങ് എല്ലാ സീറ്റിലും എല്ലാ സീറ്റ് കവറിലും അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ BMRൻ്റെ ഒരു അഴക് നമ്മൾ വണ്ടിക്ക് അകത്ത് കയറിയാലേ കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത് ചുമ്മാ അല്ല. നമ്മുടെ കറക്റ്റ് ഒരു BMR ഗ്രാൻഡ് BMRൻ്റെ ഇൻറ്റീരിയർ എന്താണെന്ന് നമുക്ക് ഈ ഒരു ഫ്രെയിം വഹിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം നല്ലൊരു ലുക്കാണ്. ഒരു വണ്ടിക്കകത്ത് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ തന്നെ, ട്രിപ്പ് ഓണാകുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് കിട്ടുന്നൊരു ഫീല് അത് വേറെ ലെവൽ തന്നെയാണ്. നമ്മളൊരു കോളേജ് ട്രിപ്പ് അല്ലെങ്കിൽ ഒരു ഫാമിലി ട്രിപ്പ് അല്ലെങ്കിൽ നമ്മൾ പയ്യന്മാരൊക്കെ ആയിട്ട് പോകുന്ന ട്രിപ്പ്, ഇപ്പം കൊറോണ സാഹചര്യമായിട്ട് ട്രിപ്പൊന്നും ഇല്ല, എന്നാലും നമ്മൾ പറയുമ്പോൾ ട്രിപ്പ് എടുക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല്, അതാണ് ഒരു വണ്ടിയുടെ ഏറ്റവും ഫീൽ ഗുഡ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഈ വണ്ടിക്കകത്ത് കയറിയപ്പോഴും ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് പോലെയാണ് തോന്നിയത്. കാരണം ഈ ഒരു യെല്ലോ സീറ്റ് കവർ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ BMRൻ്റെ ഒരു സൈഡ് സ്പേസും വേറെ ലെവലിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റ് വർക്കിൻ്റെയും പഞ്ച് ബോക്സിൻ്റെ കാര്യം പറയുമ്പോൾ ലൈറ്റുകൾ ഇനിയും ഒരുപാട് വരാനുണ്ട്. അവർ കുറേയൊക്കെ അഴിച്ചു വെച്ചിരിക്കുകയായിരുന്നു. നമ്മൾ പെട്ടെന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് വന്നതാണ്. അപ്പം ഒരുപാട് അഴിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലൈറ്റിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ല. കാരണം ഇതിലിപ്പം കുറച്ച് ലൈറ്റുകളും കുറച്ച് വർക്കുകളും മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഇപ്പം ട്രിപ്പൊന്നും ഇല്ല, ഓഫായി കിടന്നതുകൊണ്ട് ഊരി വെച്ചിരിക്കുകയായിരുന്നു. ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വന്നായിരുന്നെങ്കിൽ ഇവരെല്ലാം ചെയ്ത് വെച്ച് തരുമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ സൈഡ് പഞ്ച് ബോക്സിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ അകത്ത് ലൈറ്റ് വർക്കൊക്കെ ചെയ്തിട്ട് ലൈറ്റ് വർക്കൊക്കെ വെച്ച് ഒരു കിടിലം വർക്ക് തന്നെയാണ് തരംഗവും ഇവിടെ എല്ലാം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ സെൻട്രൽ പോർഷനിലായിട്ട് ഏറ്റവും പിറകിലും മുകളിലും ഒരു ബോക്സും അതുപോലത്തെ പഞ്ച് ബോക്സ് സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും പിറകിലേക്ക് വരുമ്പോൾ
ഒരുപാട് കാലം നമ്മൾ ഈ ഒരു സീറ്റ് കണ്ടിട്ട് വലിയ ബസ്സിൻ്റെ ഏറ്റവും പിറകുവശം. മോനെ വേറെ ലെവലില്ലേ അത് പണ്ടല്ലെങ്കിൽ. അപ്പോൾ മച്ചാന്മാരെ ഈ വണ്ടിക്കകത്തുള്ള സ്പെഷ്യൽ എന്തൊക്കെയാണ്, ലൈറ്റ് വർക്കായാലും സൗണ്ട് വർക്കായാലും എല്ലാം തരംഗം കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വണ്ടിക്കകത്തുള്ള ടി വിയുടെ കാര്യം പറയുമ്പോൾ ഡബിൾ ടി വി ആണ്. ഫ്രണ്ടിലൊരു ടി വിയും അതുപോലെ തന്നെ സെൻട്രലിലെ ഒരു ടി വി ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും പഴമയിൽ നിന്ന് ഒരുപാട് കോൺസെപ്റ്റുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് കാർത്തിക ഹോളിഡേയ്സിലെ ഇപ്പം കിടക്കുന്ന ഈ ഒരു ബ്ലാക്ക് ബീസ്റ്റ്. വയലൊഴി പോകാമോ? അപ്പോൾ മച്ചാന്മാരെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. കാർത്തിക ഹോളിഡേയ്സിൻ്റെ റിവ്യൂ എല്ലാവരും കണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ മച്ചാന്മാരെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും സൈനിങ് ഔട്ട് ഫ്രം മോഗ്ര വ്ളോഗേഴ്സ്. ബൈ ബൈ.